അതെ, കാത്തിരുന്ന ആ നിമിഷം 2024 T20 ലോകകപ്പിലെ വിജയത്തിന് ശേഷം 2025 ചാമ്പ്യൻസ് ട്രോഫിയും തങ്ങളുടെ പേരിൽ ടീം ഇന്ത്യ എഴുതി ചേർത്തിരിക്കുകയാണ്. ആവേശകരമായ മത്സരത്തിൽ ഫൈനലിൽ ന്യൂസിലാൻഡിനെ പരാജയപ്പെടുത്തിയാണ് 12 വർഷത്തിന് ശേഷം ടീം ഇന്ത്യ കിരീട നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. ഫൈനൽ മത്സരത്തിന്റെ സമഗ്രമായ ഒരു ചിത്രമാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപേ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ഫൈനലിന്റെ എല്ലാ ആവേശവും നിറഞ്ഞ ഒരു മത്സരം തന്നെയാണ് ഇപ്പോൾ അവസാനിച്ചത്. ഒരിക്കൽ കൂടി ടീം ഇന്ത്യക്ക് ടോസ് നഷ്ടമായപ്പോൾ ന്യൂസിലാൻഡാണ് ആദ്യം ബാറ്റിംഗിനായി എത്തിയത്. ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ രജിൻ രവീന്ദ്രയും വിൽ യങ്ങും ചേർന്ന് ന്യൂസിലാൻഡിനെ കത്തിക്കയറുന്ന തുടക്കം തന്നെയാണ് സമ്മാനിച്ചത്. തുടക്കം പരിഗണിക്കുകയാണെങ്കിൽ ന്യൂസിലാൻഡ് വലിയൊരു സ്കോറിലേക്ക് നീങ്ങുമെന്ന് തോന്നിപ്പിച്ചുവെങ്കിലും കൃത്യസമയത്ത് ടീം ഇന്ത്യയുടെ സ്പിൻ തന്ത്രം മത്സരം വീണ്ടും അനുകൂലമാക്കി മാറ്റുകയായിരുന്നു. ഷമിക്കും ഹർദിക് പാണ്ഡ്യയ്ക്കും ന്യൂസിലാൻഡ് ബാറ്റിംഗിനെ നിയന്ത്രിക്കാനാവാതെ വന്നപ്പോൾ തന്റെ വജ്രായുധമായ വരുൺ ചക്രവർത്തിയിലൂടെ ആദ്യ ബ്രേക്ക് ത്രൂ നേടിയെടുക്കാനായി രോഹിത് ശർമ്മയ്ക്ക് സാധിച്ചു. തൊട്ടു പിന്നാലെ കുൽദീപ് യാദവ് അപകടകാരികളായ രജിൻ രവീന്ദ്രയുടെയും കെയ്ൻ വില്യംസന്റെയും വിക്കറ്റുകൾ ടീം ഇന്ത്യക്ക് സമ്മാനിക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ നെറ്റ് റൺ റേറ്റ് 8-ന് വന്നെങ്കിലും സ്പിൻ ബോളിംഗിനെ ഇറക്കിയതോടുകൂടി റൺ റേറ്റ് പതിയെ താഴേക്ക് വരികയായിരുന്നു. മത്സരം കൈപ്പിടിയിൽ ഒതുക്കുന്നതിനായി ടീം ഇന്ത്യയെ സംബന്ധിച്ച് സ്പിൻ ബോളിംഗ് കരുത്ത് തന്നെയാണ് ഇന്ന് അനുകൂലമായി മാറിയത്. ഒരു ഭാഗത്ത് സ്പിൻ ബോളിംഗിനെതിരെ പതിയെ പൊരുതുന്ന ബാറ്റിംഗ് പ്രകടനമായിരുന്നു ഡാരൽ മിച്ചൽ കാഴ്ചവെച്ചത്. എല്ലാ പന്തുകളെയും കൃത്യമായി ജഡ്ജ് ചെയ്തതിനു ശേഷം റൺസ് കണ്ടെത്തുന്നതിനായി അദ്ദേഹം ശ്രമിച്ചുവെങ്കിലും ഇന്നിംഗ്സിന്റെ വേഗം വളരെ പതിയെയായിരുന്നു. 40-ാം ഓവറിന് ശേഷം അക്രമ ബാറ്റിംഗിലേക്ക് കടന്ന മിച്ചലിന്റെ വിക്കറ്റ് ഷമിയാണ് ഇന്ന് നേടിയത്. മറുഭാഗത്ത് ഇന്നിംഗ്സിന്റെ അവസാനം മൈക്കൽ ബ്രാസ്വെല്ലിന്റെ ഇന്നിംഗ്സാണ് കിവീസിന്റെ സ്കോറിന് 250 കടത്തിയത്. പുറത്താവാതെ 53 റൺസാണ് അദ്ദേഹം ഇന്ന് ടീമിന് വേണ്ടി നേടിയത്. മറുഭാഗത്ത് ഇന്ത്യക്ക് വേണ്ടി കൃത്യമായ ഇടവേളകളിൽ സ്പിന്നർമാർ വിക്കറ്റുകൾ നേടിയത് തന്നെയാണ് ന്യൂസിലാൻഡിനെ വലിയൊരു സ്കോറിലേക്ക് നയിക്കാതെ ഇന്ന് ടീം ഇന്ത്യക്ക് 250-നോടടുത്ത് പിടിച്ചുകെട്ടാനായി സാധിച്ചത്. ഫീൽഡിംഗിൽ നിരവധി ക്യാച്ചുകൾ ടീം ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ നഷ്ടപ്പെടുത്തിയിരുന്നു. 252 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ടീം ഇന്ത്യക്ക് വേണ്ടി രോഹിത് ശർമ്മ കത്തിക്കയറുന്ന തുടക്കം തന്നെയാണ് സമ്മാനിച്ചത്. പവർ പ്ലേയിൽ തന്നെ ഫാസ്റ്റ് ബോളിംഗിനെതിരെ പരമാവധി റൺസ് കണ്ടെത്തുക എന്നുള്ള ഒരു തന്ത്രം തന്നെ രോഹിത് ശർമ്മ ഇന്ന് പ്രയോഗിക്കുകയായിരുന്നു. കാരണം പിന്നീടെത്തുന്ന സ്പിൻ ബോളിംഗിനെ അതിജീവിക്കുക ടീം ഇന്ത്യയെ സംബന്ധിച്ച് പ്രയാസമേറിയ കാര്യമായിരുന്നുവെന്ന് അദ്ദേഹം നേരത്തെ തന്നെ ജഡ്ജ് ചെയ്തിരുന്നു. തെല്ലും ഭയമില്ലാതെ 4ഉം 6കളും പറത്തിയ രോഹിത് ശർമ്മയ്ക്ക് കൃത്യമായ സപ്പോർട്ട് തന്നെയാണ് ശുഭ്മാൻ ഗില്ലിന്റെ ഭാഗത്തു നിന്നും കണ്ടത്. 83 പന്തിൽ 76 റൺസായിരുന്നു ഇന്ന് രോഹിത് ശർമ്മയുടെ സമ്പാദ്യം. 7 4ഉം 3 6കളും അടങ്ങുന്നതായിരുന്നു ക്യാപ്റ്റന്റെ ഫൈനലിലെ ഇന്നിംഗ്സ്. തീർച്ചയായിട്ടും ക്യാപ്റ്റൻ തന്നെ മുന്നിൽ നിന്ന് ടീം ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കുമെന്ന് തോന്നിപ്പിച്ചുവെങ്കിലും ഇന്ത്യൻ സ്കോർ 122-ലെത്തി നിൽക്കെയാണ് അദ്ദേഹത്തിന്റെ വിക്കറ്റ് നഷ്ടമായത്. ഓപ്പണിംഗ് വിക്കറ്റിൽ രോഹിത്തും ഗില്ലും ചേർന്ന് 105 റൺസിന്റെ പാർട്ണർഷിപ്പാണ് ടീം ഇന്ത്യക്ക് നൽകിയത്. തൊട്ടു പിന്നാലെ ഒന്നും ചെയ്യാനാവാതെ വിരാട് കോഹ്ലി മടങ്ങിയപ്പോൾ 76 റൺസുമായി 27-ാം ഓവറിൽ രോഹിത് ശർമ്മയും മടങ്ങുകയായിരുന്നു. ശേഷം ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് കളിക്കാനായാണ് ശ്രേയസ് അയ്യരും അക്സർ പട്ടേലും ചേർന്ന് ശ്രമിച്ചത്. ഇന്നിംഗ്സിന്റെ വേഗം കുറിച്ച് പ്രതിരോധത്തിലൂന്നിയുള്ള ഒരു ചെറുത്തുനിൽപ്പ് തന്നെയാണ് ഇരുവരും കാഴ്ചവെച്ചത്. ഹാഫ് സെഞ്ചുറിയിലേക്ക് നീങ്ങിയ ശ്രേയസ് അയ്യരുടെ വിക്കറ്റാണ് ഈ പാർട്ണർഷിപ്പിൽ നിന്നും ടീം ഇന്ത്യക്ക് ആദ്യം നഷ്ടമായത്. 48 റൺസുമായി ഷോട്ടിന് ശ്രമിക്കവേ മിച്ചൽ സാന്റ്നറുടെ പന്തിലാണ് അയ്യർ പുറത്തായത്. ശേഷം എത്തിയ KL രാഹുൽ തന്റെ തനതായ ശൈലിയിൽ തന്നെയാണ് ബാറ്റ് വീശിയത്. സ്കോർ 203-ലെത്തിയ അക്സർ പട്ടേലിന്റെ വിക്കറ്റ് കൂടി നഷ്ടമായെങ്കിലും വിജയലക്ഷ്യം ഒരിക്കൽ പോലും റിക്വയർഡ് റൺ റേറ്റിന് മേലേക്ക് പോവാതെ ടീം ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ കൈകാര്യം ചെയ്യുകയായിരുന്നു. ഹർദിക്കും രാഹുലും തീർച്ചയായിട്ടും കഴിഞ്ഞ മത്സരത്തിൽ എന്നതുപോലെ തന്നെ ബാറ്റിംഗിന്റെ സ്ട്രെസ് റിലീഫ് ചെയ്തുള്ള ഷോട്ടുകൾ കളിച്ചു തന്നെയാണ് ടീം ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചത്. അവസാനം ഹർദിക് പാണ്ഡ്യയുടെ വിക്കറ്റ് കൂടി ടീം ഇന്ത്യക്ക് നഷ്ടമായെങ്കിലും ജഡേജയും KL രാഹുലും കാര്യങ്ങൾ ടീം ഇന്ത്യക്ക് അനുകൂലമാക്കി വിജയം നേടിക്കൊടുക്കുകയായിരുന്നു. അങ്ങനെ 12 വർഷത്തിന് ശേഷം ടീം ഇന്ത്യ വീണ്ടും ചാമ്പ്യൻസ് ട്രോഫി കിരീട ജേതാക്കളായിരിക്കുകയാണ്. 2023 ഏകദിന ലോകകപ്പിൽ നഷ്ടമായ കിരീട നേട്ടം 2024 T20 ലോകകപ്പിലൂടെയും ഇപ്പോൾ 2025 ചാമ്പ്യൻസ് ട്രോഫിയിലൂടെയും ടീം ഇന്ത്യ തിരിച്ചുപിടിച്ചിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.